കേരളത്തിൽ ക്ഷീരോത്പാദന മേഖല ബഹുമുഖമായ വെല്ലുവിളികൾ നേരിടുന്നു. ഒരു ഉപജീവന മാർഗം എന്ന നിലയിലോ സംരംഭം എന്ന നിലയിലോ കന്നുകാലി വളർത്താൻ പലരും വിമുഖത കാട്ടുന്ന സ്ഥിതിയാണ് ഇന്നുള്ളത്. ഈ സ്ഥിതി നിലനിൽക്കുമ്പോഴും പരിചിതമായ ഒരു തൊഴിൽ എന്ന നിലയിൽ കൂടുതൽ സ്ത്രീകൾ താൽപര്യം കാണിക്കുന്ന മേഖലയും ഇതുതന്നെയാണ്. കേരളത്തിൽ സംഭരിച്ച് വിതരണം ചെയ്യുന്നത് 60 ലക്ഷം ലിറ്റർ പാൽ മാത്രമാണ്. ഇതിനു പുറമെ അയൽ സംസ്ഥാനങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന 20 ലക്ഷം ലിറ്റർ പാൽ കൂടി നമുക്ക് ആവശ്യമായി വരുന്നു. ഉപഭോക്താക്കൾക്ക് പാൽ അതിന്റെ തനിമയോടെ ലഭ്യമാക്കുന്നതിനും നമ്മുടെ സംസ്ഥാനത്ത് ചെറുകിട ക്ഷീരോത്പാദക സംരംഭകർക്ക് നല്ല വരുമാനം ഉറപ്പുവരുത്തുന്നതിനും പ്രാദേശിക ഉൽപാദന വിതരണ സമ്പ്രദായങ്ങൾ രൂപപ്പെട്ടു വരേണ്ടതുണ്ട്. ഇത്തരം സംരംഭങ്ങളാണ് കേരളത്തിന്റെ പ്രകൃതിക്കും പരിസ്ഥിതിക്കും കൂടുതൽ അനുയോജ്യമായത്. രസതന്ത്രത്തിൽ മാസ്റ്റർ ബിരുദവും ബിഎഡും കഴിഞ്ഞ് 8 വർഷം അധ്യാപികയായി ജോലി ചെയ്ത ശേഷം അത് ഉപേക്ഷിച്ചാണ് ആഷ്ലി ജോൺ ഇപ്പോൾ ബ്രഹ്മദയ എന്ന ഡയറി ഫാം നടത്തുന്നത്. കൂട്ടിന് അമ്മ മേരി ജോണും എല്ലാറ്റിനും കൂടിയുണ്ട്. താമസിക്കുന്ന സ്ഥലത്ത് നിന്ന് 4 കിലോമീറ്റർ അകലെയാണ് ഡയറി ഫാം. വെളുപ്പിന് 4 മണിക്ക് തന്നെ സ്വന്തമായി ഡ്രൈവ് ചെയ്ത് അമ്മയും മകളും ഫാമിലെത്തും. അവിടെ താമസിപ്പിച്ചിരിക്കുന്ന 4 തൊഴിലാളികൾ സഹായത്തിനും ഉണ്ടാകും. എല്ലാവരും ചേർന്ന് തൊഴുത്ത് വൃത്തിയാക്കും. രണ്ട് ഷെഡുകളിലായി 52 പശുക്കളാണ് ഇപ്പോൾ ഉള്ളത്. അതിൽ 34 എണ്ണത്തിന് ഇപ്പോൾ കറയുണ്ട്. HF, ജേഴ്സി, ഗീർ ഇനങ്ങളാണ് ഇവിടെയുള്ളത്. HF ഇനത്തിന് പാൽ കൂടുതൽ കിട്ടുമെങ്കിലും കൊഴുപ്പ് കുറവാണ്. അത് പരിഹരിക്കാനാണ് മറ്റ് ഇനങ്ങൾ കൂടി വളർത്തുന്നത്. ബ്രഹ്മദയ എന്ന് പറയുന്ന ഡയറി ഫാം സ്റ്റാർട്ട് ചെയ്തിട്ട് 3 വർഷമായി. അതിനു മുമ്പ് ഞാൻ ഒരു +2 സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. MSc കെമിസ്ട്രി, MA കമ്പാരിറ്റീവ് ലിറ്ററേച്ചർ, BEd ഇത് കഴിഞ്ഞിട്ട് 8 വർഷത്തോളം ഒരു സ്കൂളിൽ +2 പഠിപ്പിച്ചു. അതിനുശേഷമാണ് ഈ ഡയറി ഫാം തുടങ്ങുന്നത്. ഈ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോലും എനിക്ക് വളരെ ചെറുപ്പം മുതൽ തന്നെ ഇങ്ങനെയുള്ള ഡയറി ഫാമിംഗ് എന്ന് പറയുന്ന രീതിയോട് വളരെയധികം ഒരു ആപ്റ്റിറ്റ്യൂഡ്, ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പ്രൊഫഷൻ തന്നെയാണ് ഈ ഡയറി ഫാമിംഗ് എന്ന് പറയുന്നത്. ഞങ്ങൾ താമസിക്കുന്നത് തലയോലപ്പറമ്പ് ടൗണിലാണ്. അവിടുന്ന് ഒരു 4-5 കിലോമീറ്റർ ഉണ്ട് ഈ ഫാമിലേക്ക് എത്താൻ. രാവിലെ 3:30 ആകുമ്പോഴാണ് നമ്മൾ ഫാമിലെത്തുന്നത്. 3:30 ആകുമ്പോൾ ക്ലീനിങ് തുടങ്ങും. ചാണകം കോരി മാറ്റണം. പിന്നെ അതിനുശേഷം കുളിപ്പിക്കും. ഒരു 4 മണിയാകുമ്പോഴത്തേക്കും കറവ സ്റ്റാർട്ട് ചെയ്യും. മെഷീൻ വെച്ച് കറക്കും, കൈക്കും കറക്കുന്നുണ്ട്. 3 കറവക്കാരുണ്ട്. പിന്നെ അതുപോലെ 2 ഹെൽപ്പേഴ്സ് ഉണ്ട്. ഏകദേശം 5:30 മണിയാകുമ്പോൾ ആദ്യത്തെ ട്രിപ്പ് പാല് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. ഇവിടെ അടുത്ത സൊസൈറ്റിയിലും പിന്നെ മറ്റ് കാറ്ററിംഗ് സ്ഥാപനങ്ങളിലും ഷോപ്പുകളിലുമായിട്ടാണ് കൂടുതലും പാല് വിറ്റുപോകുന്നത്. പിന്നെ രണ്ടാമത്തെ ട്രിപ്പ് 6 മണിയാകുമ്പോൾ കറവ പൂർത്തിയാകും. ആ സമയത്ത് ബാക്കി വരുന്ന പാലും മൊത്തം തലയോലപ്പറമ്പ് സൊസൈറ്റിക്ക് കൊടുക്കും. രാവിലെ 6 മണിയാകുമ്പോൾ കറവ തീർന്നതിന് ശേഷം 7 മണിക്ക് 2 ഹെൽപ്പേഴ്സ് ഉണ്ട്.
അവരെ പുല്ല് വെട്ടുവാനായിട്ട് കൊണ്ട് വിടും. ഏകദേശം 11 മണിയാകുമ്പോഴത്തേക്കും പുല്ലുവെട്ട് തീരും. പിന്നെ വണ്ടിയിൽ ചെന്ന് ആ പുല്ലെടുത്തുകൊണ്ട് വരും. അതിവിടെ പുല്ലിറക്കിയതിന് ശേഷം വീണ്ടും വീട്ടിൽ തിരിച്ചു പോയിട്ടാണ് കറവയുടെ ടൈം ആകുമ്പോൾ നമ്മളിങ്ങോട്ട് എത്തുന്നത്. അതിനുശേഷം വീണ്ടും ഉച്ചത്തെ സെക്ഷൻ കറവ തുടങ്ങും. പിന്നെ കറക്കുന്നതിന് മുമ്പ് തന്നെ ജോലിക്കാർ ഈ പശുക്കൾക്കുള്ള ആഹാരം, ചോളത്തൊണ്ട് മിശ്രിതം, KS കാലിത്തീറ്റ ഇതെല്ലാം പാത്രങ്ങളിൽ എടുത്തു വെച്ചിരിക്കും. കറവ തീർന്നതിന് ശേഷമാണ് ഓരോ സെക്ഷനായിട്ട് ഈ തീറ്റ കൊടുക്കുന്നത്. പാലുൽപാദനത്തിലെ ശുചിത്വത്തിനും രോഗപ്രതിരോധത്തിനും പര്യാപ്തമായ കാലിത്തൊഴുത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. തൊഴുത്തിന്റെ മുൻവശത്തായി 2 അടി വീതിയിൽ പുൽത്തൊട്ടിയും പുൽത്തൊട്ടി തൂണുകൾക്കിടയിലായി ഇപ്പോഴും വെള്ളം ലഭിക്കുന്നതിനായി ഓട്ടോമാറ്റിക് വാട്ടർ ബൗളും ഘടിപ്പിച്ചിരിക്കുന്നു. തൊഴുത്ത് എപ്പോഴും വൃത്തിയായിരിക്കുവാൻ ആഷ്ലി ശ്രദ്ധിക്കാറുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് കറവയ്ക്ക് മുൻപ് പശുവിനെ കുളിപ്പിക്കും. ഓരോ മണിക്കൂറിലും തൊഴുത്ത് വൃത്തിയാക്കും. ചാണകം ചാക്കിലേക്ക് കോരിയെടുത്ത് കെട്ടി സൂക്ഷിക്കും. കഴുകുന്ന വെള്ളം, ഗോമൂത്രം എന്നിവ ബയോഗ്യാസ് പ്ലാന്റിലേക്ക് പോകുന്ന വിധം ക്രമീകരിച്ചിരിക്കുന്നു. സിമന്റ് തറയിൽ തണുപ്പടിക്കാതിരിക്കുവാൻ റബ്ബർ ഷീറ്റ് ഇട്ടുകൊടുത്തിട്ടുണ്ട്. ബയോഗ്യാസ് പ്ലാന്റിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഗ്യാസ് വീട്ടാവശ്യത്തിനായി ഉപയോഗിക്കുന്നു. ചെറുകിട സംരംഭകരിൽ ഭൂരിഭാഗവും തൊഴുത്തു നിർമ്മാണം ഗൗരവമായി കാണുന്നില്ല. സൂര്യപ്രകാശം കയറാത്ത ചാണകവും മൂത്രവും വെള്ളവും കെട്ടിക്കിടക്കുന്ന തൊഴുത്തുകൾ പശുവിന്റെ ആരോഗ്യത്തെയും പാലുൽപാദനത്തെയും ദോഷകരമായി ബാധിക്കുന്നു. സൂര്യപ്രകാശമേറ്റ് തൊഴുത്ത് ഉണങ്ങിക്കിടക്കുന്നതുകൊണ്ട് മാത്രം 80% അകിടുവീക്കം ഉണ്ടാകാനുള്ള സാധ്യതയും കുറയുന്നുവെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലെ പ്രധാനപ്പെട്ട പശു വളർത്തൽ കേന്ദ്രങ്ങളിലൊന്നായ നമ്മളുടെ ഈ കേന്ദ്രം വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാമാണ്. ഇവിടെ വളരെ 50-നടുത്തോളം പശുക്കൾ ഇവിടെ ഉണ്ട്. ഇപ്പോൾ നിലവിലുണ്ട്. ഇവർക്ക് വേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൽ നിന്ന് നമ്മൾ സാധിച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പാല് ന്യായമായ വിലയ്ക്ക് കടകളിലും സൊസൈറ്റികളിലും കൃത്യമായി എത്തിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്ന ഒരു സംവിധാനമാണ് ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. വളരെയധികം നല്ല രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ഫാം. നമുക്ക് ക്ഷീര മേഖലയിൽ ആവശ്യമായ പോഷകാഹാരങ്ങളുടെ 53% മാത്രമേ നമുക്കിപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ളൂ. അതിൽ പ്രധാനമായും നമുക്ക് നാര് ഉള്ള ഭക്ഷണം, തീറ്റപ്പുല്ല്, കൈതച്ചക്കയും നല്ല രീതിയിൽ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അതിനുവേണ്ട എല്ലാ സഹായങ്ങളും പഞ്ചായത്തിൽ നിന്ന് നമുക്കും ഇനിയും മേലുള്ള കാലയളവിലും നമുക്ക് ലഭ്യമാക്കത്തക്ക രീതിയിൽ പ്രവർത്തനം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾ ചെയ്തു കൊടുക്കാമെന്ന് അവർക്ക് വാഗ്ദാനം നൽകിയിട്ടുള്ളതാണ്. 2 നേരവും നിശ്ചിത സമയത്ത് തന്നെ പശു കറന്നെടുക്കും. കറക്കുന്ന ആൾ ഓരോ കറവയ്ക്ക് മുൻപും പിൻപും കൈകൾ അണുനാശിനി ഉപയോഗിച്ച് കഴുകിയിരിക്കണം. അകിട് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ലായനി ഉപയോഗിച്ച് കഴുകി തുടയ്ക്കണം. അതിനുശേഷം 2 കൈയും ഉപയോഗിച്ച് പെട്ടെന്ന് കറന്നെടുക്കണം. പാൽ ചുരത്താൻ സഹായിക്കുന്ന ഓക്സിറ്റോസിൻ എന്ന ഹോർമോൺ 1 മിനിറ്റിനുള്ളിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും 7 മിനിറ്റിനുള്ളിൽ പ്രവർത്തനരഹിതമാവുകയും ചെയ്യും. കറവ കുറഞ്ഞു തുടങ്ങിയ പശുക്കളെ കൈക്കറവയും കൂടുതൽ പാലുള്ളവയെ കറവ യന്ത്രം ഉപയോഗിച്ചുമാണ് കറന്നെടുക്കുന്നത്. അതിനായി ഒരു കറവയന്ത്രം ഇവിടെയുണ്ട്. പശുവിൻ പാലിൽ ശരാശരി 12% ഖരപദാർത്ഥങ്ങളും ബാക്കി 88% ജലവുമാണ്.
നിയമാനുസൃതം 3.5% കൊഴുപ്പും 8.5% ഇതര പദാർത്ഥങ്ങളുമാകണം എന്നാണ് കണക്ക്. ഇതര പദാർത്ഥങ്ങളിൽ 4.8% ലാക്ടോസ്, 3% പ്രോട്ടീൻ, 0.7% ധാതുക്കൾ എന്നിവ അടങ്ങിയിരിക്കുന്നു. പൊതുവെ ഇതിൽ വലിയ മാറ്റം വരാറില്ലെങ്കിലും കൊഴുപ്പിന്റെ കാര്യത്തിൽ ഗണ്യമായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. ആരോഗ്യമുള്ള പശുവിനെ ശുദ്ധമായ പാൽ ഉൽപ്പാദിപ്പിക്കുവാൻ സാധിക്കുകയുള്ളൂ. അകിടുവീക്കം, കുളമ്പ് രോഗം തുടങ്ങിയവയ്ക്കുള്ള പ്രതിരോധ കുത്തിവയ്പ്പുകൾ നടത്തിയിരിക്കണം. കടുത്തുടി ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ തലവലപ്പുറം ഗ്രാമപഞ്ചായത്തിൽ 5-ാം വാർഡിൽ ശ്രീമതി ആഷ്ലിയും അവരുടെ കുടുംബവും ചേർന്ന് നടത്തുന്ന ഈ ഫാം ഇന്ന് ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു സ്ഥാപനമാണ്. ഈ പരിസര പ്രദേശങ്ങളിൽ ശുദ്ധമായ പശുവിൻ പാൽ വിതരണം ചെയ്യുക എന്ന വഴി നമ്മുടെ സമൂഹത്തിന് ഇവരിൽ നിന്ന് കിട്ടുന്ന നേട്ടങ്ങൾ നിരവധിയാണ്. പഴയ കാലത്തെ ഒരു ദൈവിക തൊഴിലായി കാണുന്ന കന്നുകാലി കാലി വളർത്തൽ അതൊരു തൊഴിലാക്കി സ്വീകരിച്ചുകൊണ്ട് വിദ്യാസമ്പന്നയായ ആഷ്ലിയുടെ ഈ ഉദ്യമം എന്നും പ്രശംസിക്കപ്പെടേണ്ടതാണ്. നമ്മുടെ ഈ നാട്ടിൽ ഇന്ന് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ചും കന്നുകാലി രക്ഷ മേഖലയിൽ, കന്നുകാലി വളർത്തൽ മേഖലയിൽ വളരെയധികം ഭീഷണികൾ നേരിട്ടുകൊണ്ടിരുന്ന ഈ കാലഘട്ടത്തിൽ രോഗപ്രതിരോധത്തിൻ്റെ കാര്യത്തിലായാലും മറ്റെല്ലാ കാര്യങ്ങളിലും ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തുകളുടെ ഭാഗത്തുനിന്നും വളരെയധികം സഹായങ്ങൾ ഇതുപോലുള്ള സ്ഥാപനങ്ങൾക്ക്, പ്രസ്ഥാനങ്ങൾക്ക് നൽകി വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും പ്രതിസന്ധി ഘട്ടങ്ങളിലൊക്കെ തരണം ചെയ്തുകൊണ്ട് നമ്മുടെ നാടിന് ശുദ്ധമായ പശുവിൻ പാല് വിതരണം ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ അതൊരു ജീവിതമാർഗമായി കണ്ടുകൊണ്ട് കന്നുകാലി വളർത്തൽ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ വിദ്യാസമ്പന്നയും വളരെയധികം ജോലികൾക്ക് സാധ്യതയുള്ള വിദ്യാഭ്യാസ ഉള്ള ആളായിട്ടും ഇതുപോലുള്ളൊരു തൊഴിലുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാടിനെ സേവിക്കുന്നത് വളരെയധികം പ്രശംസനീയമാണ്. കറന്നയുടൻ പശു കിടക്കാതിരിക്കുന്നതിനു വേണ്ടി തീറ്റ കൊടുക്കുന്നത് നല്ലതാണ്. കറന്നയുടനെ പശു കിടക്കുകയാണെങ്കിൽ തറയിൽ നിന്നും മുലക്കണ്ണിലൂടെ അണുബാധ ഏൽക്കുവാൻ സാധ്യത കൂടുതലാണ്. ആഷ്ലി ഇവിടെ കറന്നയുടൻ കാലിത്തീറ്റ, ചോളത്തൊണ്ട്, കപ്പ, ചോളമാവ്, സോയാ തവിട് ഇവ കൃത്യമായ അനുപാതത്തിൽ പ്രത്യേകം പാത്രങ്ങളിലാക്കി വെള്ളവും ചേർത്ത് വെച്ചുകൊടുക്കും. കാലത്തും ഉച്ചയ്ക്കും കറവ കഴിഞ്ഞുടൻ ഈ മിശ്രം തീറ്റയായി കൊടുക്കും. ഇതിനിടയിൽ പാടത്തു നിന്നുള്ള പുല്ല് വെട്ടിക്കൊണ്ടുവന്നു കൊടുക്കും. അതിനായി 2 പേരുടെ സേവനം ഇവിടെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. പുല്ല് വെട്ടുന്ന സ്ഥലത്ത് നിന്ന് വണ്ടിയിൽ പുല്ല് ഫാമിലെത്തിക്കുന്നതും ആഷ്ലി തന്നെയാണ്. CO3 പുല്ല് സ്വന്തമായി കൃഷി ചെയ്യുന്നുണ്ട്. ഇതും ഇടവേളകളിൽ മുറിച്ചു കൊടുക്കും. കന്നാര വിളവെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ചെടികൾ പറിച്ചെടുത്ത് കട്ടിംഗ് മെഷീന്റെ സഹായത്തോടെ അരിഞ്ഞെടുത്ത് അതും പശുക്കൾക്ക് തീറ്റയായി നൽകും. നല്ല നാരുള്ള ഭക്ഷണമാണെന്നാണ് പറയപ്പെടുന്നത്. ചാക്കിൽ കെട്ടിയിടുന്ന ചാണകം അങ്ങനെ തന്നെ ഉണങ്ങിക്കിട്ടും. വെയിലത്ത് നിരത്തിയിട്ട് ഉണങ്ങാത്തതുകൊണ്ട് ഈ ചാണകത്തിന് ഗുണം കൂടുതലാണ്. അതുകൊണ്ട് ചാണകം വിൽപ്പനയും ഇവിടെ പ്രശ്നമാകാറില്ല. ഒരു വർഷം ശരാശരി 3 ലക്ഷം രൂപയ്ക്ക് വരെ ചാണകം വിൽക്കാൻ സാധിക്കും. ഫാമിലിയുടെ പൂർണ്ണമായിട്ടുള്ള പിന്തുണ എനിക്കുണ്ട്. പിന്നെ പപ്പ മരിച്ചുപോയി. പപ്പായുടെ പൂർണ്ണമായിട്ടുള്ള ഒരു സപ്പോർട്ടിലാണ് ആദ്യം ഞങ്ങളിത് തുടങ്ങുന്നത് തന്നെ. പപ്പ ഒരു നല്ല പ്ലാന്ററും കർഷകനുമൊക്കെ ആയിരുന്നു. പിന്നെ എൻ്റെ പപ്പയുടെ അപ്പച്ചൻ ഒരു മൃഗവൈദ്യനായിരുന്നു. ചെറുപ്പം മുതൽ തന്നെ ഈ കഷായ കുറിപ്പടികളും ഇതുമൊക്കെ പറയുന്നതൊക്കെ കേട്ടാണ് ഞാൻ വളർന്നു വന്നത്. അതൊക്കെ എൻ്റെ മനസ്സിലൊരു നൊസ്റ്റാൾജിയ പോലെ ഉറങ്ങിക്കിടന്നുകൊണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വന്ന് ചേരുവാനായിട്ട് എനിക്ക് സാധിച്ചതെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വരുമ്പോൾ ഒരുപാട് തൊഴിലവസരങ്ങൾ നമ്മുടെ നാട്ടിൽ തന്നെ ഉണ്ട്. അഭ്യസ്തവിദ്യരായിട്ടുള്ള ആൾക്കാർ പല സ്ഥലങ്ങളിലും തൊഴിൽ അന്വേഷിച്ച് നടക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ മുന്നിലുള്ള നിധി കാണാൻ അവർക്ക് സാധിക്കുന്നില്ല എന്നുള്ളതാണ്. 5 സെന്റ് പോലും ഉള്ളവർക്ക് ഒരു പശുവിനെ വളർത്താൻ സാധിക്കും. വളരെ ചുരുങ്ങിയ സ്ഥലം കൊണ്ട് തന്നെ, നമുക്കുള്ള സ്ഥലം കൊണ്ട് തന്നെ വളരെ നല്ല രീതിയിൽ ഒരു ഡയറി ഫാം
നടത്തിക്കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഏത് സംരംഭം തുടങ്ങിയാൽ തന്നെ അതിനകത്ത് സ്ട്രോങ് ആയിട്ടൊരു ഇച്ഛാശക്തിയും വിൽ പവറും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയം കൈവരിക്കും എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിലൂടെ എനിക്ക് പുതിയ തലമുറയ്ക്ക് കൺവേ ചെയ്യാനുള്ള ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു തീവ്രമായിട്ടുള്ളൊരു ആഗ്രഹം മാത്രം മതി, ഇച്ഛാശക്തി മാത്രം മതി. വിൽ പവർ എലോൺ ക്യാൻ കാർവ് എ പാത്ത് എന്നൊരു ചൊല്ല് തന്നെ ഉണ്ടല്ലോ. ഇച്ഛാശക്തി കൊണ്ട് നമുക്ക് വിജയത്തിലേക്ക് എത്താൻ സാധിക്കും എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ദൃഷ്ടാന്തമാണ് എൻ്റെ ജീവിതം ഈ ചുരുങ്ങിയ കാലയളവ് കൊണ്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. കറന്നെടുത്ത പാൽ അരിച്ച് അപ്പോൾ തന്നെ അളന്ന് 1/2 ലിറ്റർ വീതം കവറിൽ ആഷ്ലി തന്നെ പാക്ക് ചെയ്യും. കൂടെ വീടുകളിലേക്കുള്ളത് കുപ്പികളിൽ അമ്മയും നിറയ്ക്കും. ഇതിനിടയിൽ ധാരാളം അയൽവാസികൾ ഇവിടെ വന്ന് പാൽ വാങ്ങിക്കൊണ്ടു പോകും. ലിറ്ററിന് 40 രൂപയ്ക്കാണ് പാൽ കൊടുക്കുന്നത്. പാക്കിംഗ് കഴിഞ്ഞ് ബാക്കിയുള്ളത് കന്നാസിലുമാക്കി വീണ്ടും ആഷ്ലി തന്നെ വണ്ടിയിൽ കൊണ്ടുപോകും. സ്ഥിരമായി വാങ്ങുന്ന കടക്കാർക്ക് വീട്ടുകാർക്ക് ഒക്കെ നൽകിയ ശേഷം വണ്ടി തലയോലപ്പറമ്പ് ക്ഷീരസംഘത്തിന്റെ മുന്നിലെത്തും. ബാക്കി മുഴുവൻ പാലും സംഘത്തിന് കൊടുക്കും. ഈ സംഘം കൊഴുപ്പിനനുസരിച്ച് 34 മുതൽ 37 രൂപ വരെ വില കൊടുക്കുകയുള്ളൂ. ദിവസം 2 നേരവും 3 വർഷമായി ഈ രീതി തുടർന്നുകൊണ്ടിരിക്കുന്നു. എല്ലാ ചിലവും കഴിഞ്ഞ് 1 ലക്ഷം രൂപയിൽ കൂടുതൽ മാസം സമ്പാദിക്കുന്നുണ്ടെന്ന് അഭിമാനത്തോടെ ആഷ്ലി ജോൺ പറയും. ഈ അധ്വാനം, പ്രവർത്തന രീതി ഇവ കണക്കിലെടുത്ത് പഞ്ചായത്ത് അവാർഡ്, ബ്ലോക്ക് അവാർഡ് മുതലായവയും 2015-2016 മികച്ച ക്ഷീര കർഷകർക്കുള്ള ജില്ലാ അവാർഡും നൽകി ആദരിക്കുകയുണ്ടായി. ഏത് തൊഴിലും ആസ്വദിച്ച് ചെയ്താൽ വിജയത്തിലെത്താൻ ഒരു പ്രയാസവുമില്ല എന്ന് തെളിയിക്കുകയാണ് ആഷ്ലി ജോൺ എന്ന യുവ കർഷക. यूरिया का स्वदेशी उत्पादन 70 लाख टन बढ़ाने के लिए 6 उर्वरक संयंत्रों का उद्धार किया जा रहा है। FCIL के गोरखपुर, सिंदरी, तलचर और रामागुंडम संयंत्र, HFCL की बरौनी इकाई और BVFCL की नामरू फोर्थ। सोने पर सुहागा ये है कि देश में अब बनेगा सिर्फ नीम लेपित यूरिया, क्योंकि इससे होगा किसानों का फायदा ही फायदा। अनाज का उत्पादन 10% तक बढ़ेगा। बढ़ेगी 10 से 15% नाइट्रोजन क्षमता। നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കരനെൽ കൃഷിക്ക് സാമ്പത്തിക സഹായം. ആഴ്ചയിൽ ഒരു ടാപ്പിംഗ് തീവ്ര ബോധന പരിപാടി ജൂൺ 10 മുതൽ. വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന കൃഷിവകുപ്പ് കരനെൽ കൃഷി പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി നടപ്പാക്കുന്നു. കൃഷിസ്ഥലം ഒരുക്കൽ, വിത്ത്, വളം, ജൈവ കീടനാശിനി തുടങ്ങിയ ഉൽപാദനോപാധികളുടെ ചെലവിലേക്കായി 1 ഹെക്ടറിന് 10,000 രൂപ ധനസഹായം ലഭിക്കും. പദ്ധതിയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ കൃഷിഭവനുകളിൽ ലഭ്യമാണ്. കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ നിന്ന് എല്ലാ ചൊവ്വാഴ്ചയും 1 ദിവസം പ്രായമുള്ള മുട്ടക്കോഴി കുഞ്ഞുങ്ങളെ വിതരണം ചെയ്യുന്നു. 22 രൂപയാണ് ഒരു കോഴിക്കുഞ്ഞിന്റെ വില. കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിന്റെ ഫോൺ നമ്പർ 0496 2666 041. മറ്റൊരു നമ്പർ 9446890889. ഇടവേള കുറഞ്ഞ ടാപ്പിംഗ് രീതികൾ കർഷകർക്കിടയിൽ പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ആഴ്ചയിൽ ഒരു ടാപ്പിംഗ് ആദായം കുറയാതെ എന്ന പേരിൽ
റബ്ബർ ബോർഡ് തീവ്ര ബോധന പരിപാടി നടത്തുന്നു. ജൂൺ 10 മുതൽ റബ്ബർ ബോർഡ് ചെയർമാൻ കാഞ്ഞിരപ്പള്ളി ചിറക്കടവിൽ തീവ്ര ബോധന പരിപാടി തുടങ്ങും. കേരളത്തിലെ വിവിധ കേന്ദ്രങ്ങളിൽ ജൂൺ 10 മുതൽ ജൂലൈ 22 വരെയാണ് പ്രചരണ പരിപാടികൾ നടത്തുക. തിരുവനന്തപുരം കുടപ്പനക്കുന്ന് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 24-25 തീയതികളിൽ വീട്ടുവളപ്പിലെ കോഴി വളർത്തൽ എന്ന വിഷയത്തിൽ പരിശീലനം നൽകുന്നു. പരിശീലനത്തിൽ പങ്കെടുക്കാൻ താൽപര്യമുള്ളവർ പരിശീലന ദിവസം രാവിലെ 9 മണിക്ക് പരിശീലന കേന്ദ്രത്തിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ആദ്യം ഹാജരാകുന്ന 50 പേരെ മാത്രമേ പരിശീലനത്തിൽ ഉൾപ്പെടുത്തുകയുള്ളൂ എന്ന് പ്രിൻസിപ്പൽ ട്രെയിനിംഗ് ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0471 273 2918. കേന്ദ്ര കൃഷി മന്ത്രാലയം, നാളികേര വികസന ബോർഡും തിരുവനന്തപുരം കോക്കനട്ട് പ്രൊഡ്യൂസേഴ്സ് കമ്പനി ലിമിറ്റഡും ചേർന്ന് സൌജന്യ നീര ടെക്നീഷ്യൻ പരിശീലനം സംഘടിപ്പിക്കുന്നു. അതിയന്നൂർ ബ്ലോക്കിലെ പീപ്പിൾസ് നാളികേര ഉൽപാദക ഫെഡറേഷനിലാണ് പരിശീലനം. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പറുകൾ 9497 163838, മറ്റൊരു നമ്പർ 9495 153838. മത്സ്യസമൃദ്ധി പദ്ധതി പ്രകാരം മത്സ്യകൃഷി ചെയ്യാൻ താൽപര്യമുള്ള ഇടുക്കി ജില്ലയിലെ കർഷകരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു. സ്വന്തമായോ പാട്ടത്തിനെടുത്തതോ ആയ ജലാശയങ്ങളുള്ളവർക്ക് മത്സ്യകൃഷിക്ക് അപേക്ഷ സമർപ്പിക്കാം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ അക്വാകൾച്ചർ കോർഡിനേറ്റർമാരിൽ നിന്നോ ഫിഷറീസ് വകുപ്പിന്റെ കുമളി ഓഫീസിൽ നിന്നോ അപേക്ഷാ ഫോറം ലഭിക്കും. പൂരിപ്പിച്ച അപേക്ഷാ ഫോറം ജൂൺ 20 മുമ്പ് നൽകേണ്ടതാണ്. വിലാസം: ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ, ഇടുക്കി, കുമളി PO. ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 04869222 വാഴകളുടെ ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനുള്ള സൂക്ഷ്മ മൂലകക്കൂട്ട് കോഴിക്കോട് കൃഷി വിജ്ഞാന കേന്ദ്രത്തിൽ ലഭ്യമാണ്. ഇതിനായി ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0496 2666 041. ആലപ്പുഴ ജില്ലയിലെ പച്ചക്കറി കർഷക സംഗമവും ജില്ലാതല കർഷക അവാർഡ് വിതരണവും ജൂൺ 14 തീയതി രാവിലെ 9:30 ഭരണിക്കാവ് ദീപം ഓഡിറ്റോറിയത്തിൽ വെച്ച് കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് മന്ത്രി ശ്രീ VS സുനിൽകുമാർ അവർ ഉദ്ഘാടനം ചെയ്യും. അടുത്തതായി കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 7,800 രൂപ, കോഴിക്കോട് 8,600 രൂപ, തൃശൂർ 7,950, കൊപ്ര കൊച്ചി 5,340, കോഴിക്കോട് 5,300, തൃശൂർ 5,480. കുരുമുളക് അൺഗാർബിൾഡ് 68,000 രൂപ, ഗാർബിൾഡ് 71,000 രൂപ. ചുക്ക് മീഡിയം 16,500, ബെസ്റ്റ് 18,000, മഞ്ഞൾ സേലം 10,400, ഈറോഡ് 10,700 രൂപ. കൊച്ചി റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,400. കോട്ടയം റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,400 രൂപ. കമ്പോള നിലവാരം കൊച്ചിയിൽ. വെളിച്ചെണ്ണ 7,800, കൊപ്ര 5,340, പിണ്ണാക്ക് എക്സ്പെല്ലർ 2,000, പിണ്ണാക്ക് റോട്ടറി 2,300, കുരുമുളക് അൺഗാർബിൾഡ് 68,000, ഗാർബിൾഡ് 71,000, ചുക്ക് മീഡിയം 16,500, ബെസ്റ്റ് 18,000, മഞ്ഞൾ നാടൻ 11,500, അടയ്ക്ക പുതിയത് 18,000-നും 19,000-നും ഇടയിൽ. ജാതിക്ക തൊണ്ടൻ കിലോഗ്രാമിന് 170 മുതൽ 180 രൂപ വരെ, ജാതിക്ക തൊണ്ടില്ലാത്തത് 350 മുതൽ 370 രൂപ വരെ, ജാതിപത്രി 500 മുതൽ 1000 രൂപ വരെ, ഗ്രാമ്പു 755. റബ്ബർ RSS 5ാം ഗ്രേഡ് 13,000, റബ്ബർ RSS 4ാം ഗ്രേഡ് 13,400, ഒട്ടുപാൽ 8,800, ലാറ്റക്സ് 10,000 രൂപ. കമ്പോള അവലോകനം. സംസ്ഥാനത്ത് കാലവർഷം ശക്തമായതോടെ റബ്ബർ വില മെച്ചപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് സ്റ്റോക്കിസ്റ്റുകൾ. അവധി വ്യാപാരത്തിൽ റബ്ബറിന് നേരിട്ട തളർച്ച കണ്ട് ടയർ കമ്പനികൾ സംഭരണം കുറച്ചതോടെ 4ാം ഗ്രേഡ് കിലോ 134 രൂപയായി താഴ്ന്നു. എന്നാൽ 5 രൂപയുടെ മികവുമായി ലാറ്റക്സ് കിലോ 100 രൂപയിലേക്ക് ഉയർന്നു. മഴ മൂലം നാളികേര വിളവെടുപ്പ് തടസ്സപ്പെട്ടിട്ടും കൊപ്ര വില ഉയർത്താൻ വ്യവസായികൾ തയ്യാറായില്ല. പ്രതികൂല കാലാവസ്ഥ മൂലം കൊപ്ര സംസ്കരണം മന്ദഗതിയിലാണ്. നോയമ്പ് കാലമായതിനാൽ വെളിച്ചെണ്ണയുടെ പ്രാദേശിക വിൽപ്പന ഉയർന്നു. ആഭ്യന്തര വ്യാപാരികളുടെ പിന്തുണയിൽ ഏലയ്ക്ക മികവ് നിലനിർത്തി. കുമളിയിൽ നടന്ന ലേലത്തിൽ മികച്ച ഇനത്തിന് കിലോ 1,060 രൂപയിലും ശരാശരി ഇനങ്ങൾ 713 രൂപയിലുമാണ്. മൊത്തം 57 ടൺ ഏലക്കയുടെ കൈമാറ്റം നടന്നു. കുരുമുളക് വിലയിൽ കാര്യമായ മാറ്റമില്ല. ആഭ്യന്തര വിദേശ വിപണികളിൽ നിന്ന് പുതിയ ഓർഡറുകൾ
ഓർഡറുകളെ ഉറ്റുനോക്കുകയാണ് വ്യാപാരികൾ. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 32.2 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 25.4 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 30.2, 25.6. കൊച്ചി 27.1, 23.9. ആലപ്പുഴ 27.1, 24.2. പുനലൂർ 25.6, 23. തിരുവനന്തപുരം 28, 24.2 ഡിഗ്രി സെൽഷ്യസ്. ഇതോടെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം.